അൻസിബ അപ്പൊ ജാസ്മിനെ നാണം കിടത്തുകയാണ് ചെയ്തത്. അൻസിബ അപ്പൊ രാവിലെ മോർണിംഗ് ടാസ്കിൽ ജാസ്മിനെ നാണം കിടത്തി എന്ന് പറയാം. സാബുമോനാണെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു. മോർണിംഗ് ടാസ്ക് ഇന്നലെ ആരാണ് മോശം പെർഫോമൻസ് ചെയ്തത്, അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തത് എന്നുള്ളതായിരുന്നു. അപ്പൊ അൻസിബ വന്നിട്ട് പറയുന്നത് ജാസ്മിന്റെ പേരാണ്. അപ്പൊ അൻസിബ പറയുവാണ്, ഫസ്റ്റ് ആയിട്ട് ഹൗസ് ഓണേഴ്സ് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ ഇന്ററപ്റ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. അവിടെ ഇരിക്കുന്ന ചായ മഗ്ഗില് ഇട്ട് ചുമ്മാ സ്പൂൺ വെച്ച് ഇളക്കി 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 ഒച്ച ഉണ്ടാക്കി. അങ്ങനെ ഒരു മാനേഴ്സും ഇല്ലാതെ ഒരു കൾച്ചറും ഇല്ലാതെയാണ് പെരുമാറിയത്. അപ്പൊ ഈ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയണ കേട്ടപ്പോഴാണ് സാബുവും കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ പുറത്ത് ഹൗസ് ഓണേഴ്സ് ഇരുന്നിട്ട് വർത്താനം പറഞ്ഞപ്പോഴും അത് കേൾക്കാൻ വേണ്ടി വന്ന് നിന്നിട്ട് ഇന്ററപ്റ്റ് ചെയ്യാനൊക്കെയാണ് ജാസ്മിൻ നോക്കിയെന്നൊക്കെ പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി ഒക്കെ പഠിക്കേണ്ടതാണെന്നൊക്കെ ഉള്ള രീതിയിൽ ജാസ്മിനെ നന്നായിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അൻസിബ. ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒന്നും തന്നെ ജാസ്മിൻ ഇല്ല. കൾച്ചർലെസ്സും മാനർലെസ്സും ആയിട്ടാണ് ജാസ്മിൻ പെരുമാറുന്നത്. ഇത് പഠിക്കേണ്ടതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ ശരിക്കും പറഞ്ഞാൽ നാണം കെടുത്തുകയായിരുന്നു അൻസിബ. അത് കഴിഞ്ഞിട്ട് അൻസിബ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് പറഞ്ഞത് ശ്രീധുവിനെയാണ്. ശ്രീധു ആ വേഷത്തിലും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടായിരുന്നു കിച്ചണിലെല്ലാം കൈകാര്യം ചെയ്തത്. വളരെ കാമായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലെല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞ ശ്രീധുവിനെയാണ് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് അൻസിബ പറഞ്ഞത്. അൻസിബായിട്ട് ലാസ്റ്റ് പറഞ്ഞു നിർത്തുമ്പോഴും ശ്രീധുവിന് വെരി ഗുഡും അതുപോലെ തന്നെ ജാസ്മിൻ ഒരു കൾച്ചറും ഇല്ല മാനേഴ്സും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്.